മൈലേജ് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ്ലൈറ്റ് ഭയങ്കര തോൽവിയാണ്. ഹായ്, എൻ്റെ പേര് സിജോ മാക്സ്മെഡിയ എന്നറിയപ്പെടും. ഞാൻ വീഡിയോഗ്രാഫറാണ്. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ കോട്ടയം ജില്ലയിൽ പാമ്പാടിയിലാണ് എൻ്റെ വീട്. ഞാനിപ്പോൾ സിയാസ് ഡെലിവറി എടുത്തത് മാർച്ച് 14-ാം തീയതിയാണ് എനിക്ക് വണ്ടി ഡെലിവറി കിട്ടുന്നത്. ഇപ്പം കറൻറ്റ്ലി ഒരു 13,000 കിലോമീറ്റർ ഞാൻ ഓടിച്ചു. വണ്ടിയുടെ 3 സർവീസ് കഴിഞ്ഞു. വണ്ടിക്ക് മൈലേജ് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ഒക്കെ നമ്മൾ പോകുമ്പോൾ തന്നെ ഒരു 24-25 ആ റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ലോക്കൽ സിറ്റി ഡ്രൈവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഒരു 16-17 ആ റേഞ്ചിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. വണ്ടിയുടെ സർവീസ് ഇപ്പം മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് കോട്ടയത്ത് ഇൻഡസ്ട്രിയിലാണ് ചെയ്യുന്നത്. സർവീസിൻ്റെ കാര്യത്തിലെല്ലാം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ വണ്ടി ഇപ്പം ഡെൽറ്റ എന്ന് പറയുന്ന മോഡലാണ്, ഹൈബ്രിഡ്. വണ്ടി ഓടിക്കാനും കാര്യങ്ങളിലും എല്ലാം സുഖമാണ്. എൻ്റെ വർക്ക് പർപ്പസ് ആണെന്നുണ്ടെങ്കിലും നല്ല സ്പേസ് ഉണ്ട് വണ്ടിക്ക്. നമുക്ക് കൂടുതൽ സാധനങ്ങൾ കയറും, നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാം നോക്കുമ്പോഴത്തേന് എന്തുകൊണ്ടും എനിക്ക് പറ്റിയൊരു വണ്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഈ വണ്ടി ഞാൻ എടുക്കുന്നത്. ഇപ്പോഴും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയിൽ. പിന്നെ വണ്ടിയുടെ പവർ കാര്യങ്ങളൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ യാത്ര ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ഞാൻ കൂടുതലും ലോങ് ആണ് എൻ്റെ വർക്കുകളും കാര്യങ്ങളും എല്ലാം. പിന്നെ ഞാൻ കൂടുതലും ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. പോകാനാണെന്നുണ്ടെങ്കിലും ഏറ്റവും സ്മൂത്താണ് വണ്ടി പോകുന്ന കാര്യത്തിലും. മൈലേജിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമുക്കിപ്പം ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞാൽ വണ്ടി പോകുന്നതായിട്ട് നമുക്കറിയത്തില്ല. ഒരു 100, 120, 140 ഒക്കെ കയറുന്നത് നമ്മൾ അറിയത്തേ ഇല്ല. അതുപോലെ നല്ല പവറിലാണ് വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളും എല്ലാം ഉള്ളത്. വണ്ടിയുടെ ഇപ്പോൾ ഉള്ള ഓവറോൾ ഇപ്പം ഒരു 13,000 കിലോമീറ്റർ ഞാൻ ഓടി. 6-7 മാസം എൻ്റെ വണ്ടി ഇരിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ ഓടിച്ചിട്ട് എനിക്ക് ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ ഹെഡ്ലൈറ്റാണ്. ഹെഡ്ലൈറ്റിന് നമ്മൾ എന്തോരം പവർ കൂടിയ ബൾബ് നമ്മൾ മാറ്റിയിട്ട് നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്കൊരു നല്ല രീതിയിലുള്ള ഔട്ട് കിട്ടുന്നില്ല. പിന്നെ ഇതിൻ്റെ പ്രൊജക്ടർ ആണെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹരി എന്നും പറഞ്ഞ്, അവൻ വർക്ക്ഷോപ്പ് നടത്തുകയാണ്. അവൻ്റെ അടുത്ത് ചെന്ന് ഞാനും അവനും കൂടെ ഇരുന്ന് കുറേ കിടന്ന് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേനാണ് ഇതിൻ്റെ റേ വരുന്നത് 2 സൈഡിലേക്കാണ് വരുന്നത്. ഇത് പോയിന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് ഇതിന് കുറച്ചേലും വെട്ടം കിട്ടുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത് ലൈറ്റാണ്. ഹെഡ്ലൈറ്റ് ഭയങ്കര തോൽവിയാണ്. ഇപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിതിന് ക്രോം ഫിനിഷ് ഫുള്ള് ഞാൻ തന്നെ ചെയ്തതാണ്, അക്സസറീസ് കിറ്റ് ചെയ്തതാണ്. പിന്നെ റിവേഴ്സ് ക്യാമറ, ഒരു ക്യാമറയ്ക്ക് വേണ്ടി ഒരു ഡിസ്പ്ലേ, ഇത്ര സാധനങ്ങൾ ഞാൻ എക്സ്ട്രാ കയറ്റിയതാണ്. ബാക്കി സാധനങ്ങളെല്ലാം ഇൻബിൽട്ടായിട്ട് വരുന്ന സാധനങ്ങൾ തന്നെയാണ്. ഡെൽറ്റ ആണെന്നുണ്ടെങ്കിലും അതിന് മേളിലോട്ട് വരുന്ന വേരിയൻറ്റുമായിട്ട് നോക്കുമ്പോഴത്തേനും വലിയ വ്യത്യാസങ്ങളൊന്നും വരത്തില്ലാത്ത രീതിയിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവർ വെച്ചിരിക്കുന്നത്.
ടോട്ടലി നോക്കുമ്പോൾ തന്നെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയുടെ കാര്യത്തിൽ.